ടൺ കണക്കിന് പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. യെസ്, കേരളത്തിൻ്റെ നമ്പർ 1 എഫ്എമ്മിൽ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ രാത്രിയുള്ളത് ഞാൻ റീനു ആണ്. അപ്പം നമ്മളൊരു പ്രണയത്തിൻ്റെ കാര്യം പറയാമല്ലായിരുന്നോ? 80 വർഷങ്ങൾക്ക് മുന്നത്തെ, ഈ പ്രണയത്തിന് 70 വർഷം മുന്നത്തെ ഒരു പ്രണയം. അപ്പോൾ ഏത് പ്രണയത്തിലും ഒരു വില്ലൻ കടന്ന് വരണമല്ലോ. സിനിമയിൽ മാത്രമല്ലല്ലോ, റിയൽ ലൈഫിൽ വില്ലൻ ഉള്ളത് കൊണ്ടല്ലേ സിനിമയിൽ വില്ലൻ കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേണിയും ബോബും ഒന്നവാനിരുന്നപ്പോഴാണ് ലോകമഹായുദ്ധം വരുന്നത്. നാച്ചുറലി ചോരത്തിളപ്പുള്ളൊരു പുരുഷനാണ്. ബോബ് സൈന്യത്തിൽ ചേർന്നു. ബേണി പിന്നെ എന്താ ചെയ്യുക, എങ്ങനെയും ബോബിൻ്റെ അടുത്ത് എത്തണ്ടേ. സോ ഷീ ഡിസൈഡ് ടു ബി എ നേഴ്സ്. അപ്പോൾ അവൾ നേഴ്സായി. എന്നാലും അവിടെയും വരവേ വില്ലൻ. രണ്ടുപേരും 2 സ്ഥലത്തായിപ്പോയി. പക്ഷെ അവരൊന്ന് തീരുമാനിച്ചു, 2 സ്ഥലത്താണെങ്കിൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാലോ. അന്ന് എഴുത്തുകൾക്ക് നല്ല പ്രചാരമല്ലേ. ഇപ്പോഴല്ലേ നമ്മൾ മെസ്സേജും ഇമെയിലും ഒക്കെ ആയ. സോ അന്നവർ കത്തുകൾ എഴുതി തുടങ്ങി. അങ്ങനെ കത്തിലൂടെ അവർ പ്രണയിച്ചു തുടങ്ങി. പക്ഷെ പെട്ടെന്നൊരു ദിവസം ബോബിൻ്റെ ലെറ്റേഴ്സ് വരുന്നത് നിർത്തി. അല്ലെങ്കിൽ അത് വരാതായി. ലോകമഹായുദ്ധമാണ്. പെട്ടെന്നൊരു ദിവസം ലെറ്റേഴ്സ് നിർത്തുമ്പോൾ എന്താ മനസ്സിലാവണ്ടേ? യെസ്, പക്ഷെ സംഭവിച്ചത് അതാണോ? കാത്തിരുന്ന് കാണാം. ബട്ട് അതിനു മുന്നേ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കാനുള്ള സമയമാണ്. നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് FM LB. നിങ്ങളുടെ മെസ്സേജ് ക്ലബ് FM LB. പിന്നെ നിങ്ങളുടെ മെസ്സേജ് നിങ്ങളുടെ അയച്ചോളൂ ക്ലബ് എഫിലെ റീനുവിൻ്റെ അടുത്തേക്ക്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ, കാരണം ലവ് ബൈറ്റ്സിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഒരുപാട് പ്രണയിക്കുന്ന 2 പേര്, ചെറുപ്പം തൊട്ടേ ഒന്നാവണമെന്ന് വിചാരിച്ചവർ. ലോകമഹായുദ്ധകാലത്ത് അവർ 2 സ്ഥലത്തായിപ്പോയി. എഴുത്തുകൾ എഴുതുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഒരു ദിവസം പെട്ടെന്ന് ആ ബന്ധത്തിന് എന്തോ സംഭവിച്ചു. ബോബ് ലെറ്റേഴ്സ് എഴുതുന്നത് നിർത്തി. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ എൻ്റെ ബാക്കി പറയാം. അപ്പോൾ ബേണി ആകെ വിഷമിച്ചു. കാരണം പ്രിയതമെന്ന് വിളിക്കാനല്ലേ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒന്നാകണമെന്ന് വിചാരിക്കുന്ന ആളെ ലെറ്റേഴ്സ് എഴുതുന്നില്ല. അപ്പോൾ പിന്നെ അന്നത്തെ കാലത്തൊരു പെണ്ണിന് എത്ര നാളെ പിടിച്ചു നിൽക്കാൻ പറ്റും? വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ച് അവൾ മറ്റൊരാളെ കല്യാണം കഴിച്ചു. ബോബാണെങ്കിൽ അവിടെ വിഷമിക്കുകയാണ്. ബോബ് ഇവളുടെ ലെറ്റേഴ്സ് കിട്ടാറായപ്പോൾ അവനും വേറൊരാളെ കല്യാണം കഴിച്ചു. അങ്ങനെ 2 രാജ്യങ്ങളിലായിപ്പോയി അവർ. ഇഷ്ടപ്പെടുന്ന 2 പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2 രാജ്യങ്ങളിൽ. പിന്നെ ഒരിക്കലും അവർക്ക് കാണാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ രീതികൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടേതായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുമുണ്ടല്ലോ ആ വിചാരം, നമ്മൾ ഒരാളുടേതാണെങ്കിൽ വേറൊരാളുടെ അടുത്ത് പോകില്ലല്ലോ. സോ 2 പേരും 2 പേരുടേതായി. ആ പ്രണയം അവിടെ തീരേണ്ടതാണ് അല്ലേ. ഇവിടെ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഞാൻ പറയാം. ബട്ട് അതിന് മുന്നേ ഐ ലവ് യു രാശി എന്നൊരു മെസ്സേജ്, ഐ ലവ് യു അനുരാഗ് എന്നൊരു മെസ്സേജ്. എന്തെല്ലാവർക്കും പേരില്ലാത്ത ബിനി, എനിക്കതിന് ഒരുപാട് ഇഷ്ടമാണ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് നൈറ്റ് കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതെ, ഗുഡ് നൈറ്റിൻ്റെ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സ് കേട്ടുകൊണ്ടിരുന്നോളൂ. ആൻഡ് മെസ്സേജസ് അയക്കൂ. നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് FM LB. നിങ്ങളുടെ മെസ്സേജ് ക്ലബ് FM ലവ് ബൈറ്റ്സിൻ്റെ LB. പിന്നെ നിങ്ങളുടെ മെസ്സേജ് അയച്ചോളൂന്നേ, റീനു വായിക്കും. ക്ലബ് എഫിൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ബോബും ബേണിയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ട് എന്താ പെട്ടെന്നൊരു ദിവസം അവൻ ലെറ്റേഴ്സ് എഴുതുന്നത് നിർത്തിയേ? സ്വാഭാവികമായും നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വരത്തില്ലേ? എൻ്റെ മനസ്സിൽ വന്നു. കഥ കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ക്ലബ് എഫിലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഞാൻ 70 വർഷം മുന്നത്തെ ഒരു പ്രണയത്തിൻ്റെ കഥയാണ് പറയുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അന്നത്തെ കാലം ആണല്ലോ. അപ്പം നമ്മുടെയൊക്കെ നാട് പോലെ തന്നെ ആ ഗ്രാമത്തിൽ, ലണ്ടനിലെ ആ ഗ്രാമത്തിലും അച്ഛനും അമ്മയ്ക്കും പ്രണയം അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടി പ്രണയിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ നാണക്കേടാണല്ലോ. ഞാനതിനെ കളിയാക്കുന്നുമില്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമൻറ്റും പറയുന്നില്ല. ഐ ഡോണ്ട് വോണ്ട് ഹേർട്ട് എനിബഡി ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ഗെറ്റ് ഹേർട്ട്. നാളെ വടിയമ്പത്തിലായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊള്ളണ്ടേ. നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സോ ഈ ലെറ്റേഴ്സ് ബേണിക്ക് കിട്ടാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേണിയുടെ പേരൻസ് ബോബ് അയച്ച എല്ലാ ലെറ്റേഴ്സും കത്തിച്ചു. അങ്ങനെയാണ് അവൻ്റെ ലെറ്റേഴ്സ് കിട്ടാതായത്. പക്ഷേ ഇത് ബേണി അറിഞ്ഞപ്പോഴത്തേനും ഒരുപാട് വൈകിയിരുന്നു. അവളുടെ കല്യാണം കഴിച്ചു. അവൾ വേറെ നാട്ടിലായി. അവൾ പുതിയ ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അച്ഛനും അമ്മയും ലെറ്റേഴ്സ് കൊടുക്കാത്തതുകൊണ്ടാണ് അവരുടെ തീവ്രമായ പ്രണയം ഇല്ലാതായതും അവർ മറ്റൊരാളുടേതാകേണ്ടി വന്നതും. സോ സാഡ് നോ. കഥ തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതിന് മുന്നേ ഇഫ് യു വോണ്ട് ടു സെൻഡ് എ ഡെഡിക്കേഷൻ, ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ നമ്പർ 567-678 ഫോമാറ്റ്
club.fm/LB, പിന്നെ നിങ്ങളുടെ മെസ്സേജ് club.fm/LB, ലവ് ബൈറ്റ്സിൻ്റെ LB, പിന്നെ നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കൂ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എത്ര വില്ലന്മാരാ ഒരു പ്രണയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നതല്ലേ. ചിലപ്പോൾ ഫ്രണ്ട്സ്, ചിലപ്പോൾ പേരൻസ്, ചിലപ്പോൾ സൊസൈറ്റി, അങ്ങനെ ഒത്തിരി ആൾക്കാർ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് കൂടെ റീനുവാണ്. ഈ വില്ലന്മാരൊക്കെ വന്നു കഴിയുമ്പോൾ ഒത്തിരി പേർക്കും പ്രണയം നഷ്ടപ്പെടാനാണ് സാധ്യത. ബിക്കോസ് ധൈര്യമുള്ളവരെ പ്രണയിക്കാവും എന്നൊക്കെ പറയും. പ്രണയത്തിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ധൈര്യം വരും, നമ്മളെല്ലാത്തിനും നേരിടും എന്നൊക്കെ പറയും. എന്നാൽ എപ്പോഴും അത് സാധിക്കണം എന്നില്ല. ഇവിടെ നമ്മുടെ ബോബും ബേണിയും അവർ രണ്ടുപേരെ കല്യാണം കഴിച്ചു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ സത്യം തിരിച്ചറിയുന്നുണ്ട്. അതിനും വർഷങ്ങൾക്ക് ശേഷം ബേണിയുടെ ഡോട്ടർ, മകള് ബോബിനെ ഒരു സ്ഥലത്ത് വെച്ച് തിരിച്ചറിഞ്ഞു. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയാം. അപ്പോഴത്തേനും ഇവരുടെ രണ്ടുപേരുടെയും ലൈഫ് പാർട്ട്നേഴ്സ് മരിച്ചു പോയിരുന്നു. എന്നിട്ട് ഈ മക്കളെല്ലാം കൂടി മുൻകൈ എടുത്തിട്ട് ബേണിയെയും ബോബിനെയും ഈ 70 വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ മക്കളുടെ പ്രണയങ്ങൾക്ക് എപ്പോഴും തടസ്സം നിൽക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല. കാരണം പലപ്പോഴും അവർ പറയുന്നതാണ് ശരി. ചില ബന്ധങ്ങൾ നമുക്കുള്ളതായിരിക്കില്ല. എന്നാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് തെറ്റിപ്പോവാറുമുണ്ട്. പറഞ്ഞു വന്നത്, ഇവിടെ മക്കളെ മുൻകൈ എടുത്തിട്ട് അച്ഛനെയും അമ്മയും കല്യാണം കഴിപ്പിക്കുക. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. പക്ഷേ ഈ 70 വർഷമൊക്കെ കാത്തിരുന്നിട്ട് കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഐ ഡോണ്ട് നോ, ഒത്തിരി വലിയൊരു കാലഘട്ടമായിപ്പോയി. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം എന്താ ടൺ കണക്കിന് റൊമാൻസ്.